പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പണത്തിനൊക്കെ വളരെയധികം അത്യാവശ്യമുള്ള സമയത്ത് നമ്മുടെ മനസ്സിൽ ഈ ഒരു സംഖ്യകൾ നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ തന്നെ നമുക്ക് എവിടെ നിന്നെങ്കിലുമൊക്കെ ആ സമയത്ത് നമ്മുടെ അത്യാവശ്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണങ്ങൾ നമ്മുടെ കയ്യിൽ എത്തിച്ചേരുന്നതായിരിക്കും. ഏത് വിധവും നമ്മുടെ കയ്യിൽ ആ പണം എത്തിച്ചേരുന്നതിന് വളരെയധികം സഹായിക്കുന്ന കുറച്ച് മിറക്കിൾ നമ്പറുകളാണിത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. പണത്തിന് അത്യാവശ്യമുള്ള സമയങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം, എപ്പോഴും നമുക്ക് പണത്തിന് അത്യാവശ്യമാണ്. ഏത് സമയത്ത് എത്ര പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അപ്പോഴെല്ലാം നമുക്ക് വീണ്ടും വീണ്ടും പണത്തിന് അത്യാവശ്യമുള്ള സമയങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളല്ല ഞാൻ പറഞ്ഞത്. കാരണം നമുക്ക് എന്താ പറയുക, കുട്ടികളുടെയൊക്കെ കല്യാണമൊക്കെ ഉറച്ച് എല്ലാമൊക്കെ ആയിരിക്കുന്നു, നമ്മൾ വിചാരിച്ച കാശ് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പെട്ടെന്ന് നമുക്കൊരു വിഷമം വരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ആ സമയത്തൊക്കെ പെട്ടെന്ന് നമുക്കൊന്ന് ആരെങ്കിലും ഒന്ന് കടമായിട്ടെങ്കിലും തന്ന് സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ കൊണ്ടെത്തിക്കാനായിട്ട് ഈ ഒരു നമ്പറിന് വളരെയധികം കഴിയും. അപ്പോൾ അത് അങ്ങനെയൊക്കെയുള്ള അത്യാവശ്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഫീസ് അടയ്ക്കാനൊക്കെ സമയം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഫീസ് അടയ്ക്കാൻ എങ്ങനെ നമ്മൾ വിചാരിച്ചിട്ട് നമ്മുടെ കയ്യിലേക്ക് പൈസ എത്തിച്ചേർന്നില്ല, കടമായിട്ട് പോലും എവിടെ നിന്നും കിട്ടിയിട്ടില്ല, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു നമ്പർ നമ്മൾ മനസ്സിൽ വിചാരിച്ച് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഏത് വിധേനയെങ്കിലും നമുക്ക് ആ സമയത്ത് ആ കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയിട്ട് കാശ് നമ്മുടെ കയ്യിൽ എത്തിച്ചേരുന്നതായിരിക്കും. അതായത് നമ്മളിത് ഈ ഒരു കാര്യം ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 24 മണിക്കൂറിനകത്ത് വെച്ചോ, ഇല്ലെങ്കിൽ ഒരു 4-5, ഏറ്റവും കൂടി പോയി കഴിഞ്ഞാൽ ഒരു 4-5 ദിവസത്തിനകത്ത് വെച്ച് നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. നമ്മൾ ചെയ്യുന്ന കർമ്മം നല്ല ആത്മാർത്ഥതയോടുകൂടിയും നമ്മുടെ ആവശ്യങ്ങൾ വളരെ അത്യാവശ്യമാണെന്ന് ഉണ്ടെങ്കിലും അതല്ല നമ്മൾ ഇത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് വെറുതെ നമ്മൾ അങ്ങനെ പറയരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കിട്ടത്തില്ല, ഉറപ്പായിട്ടും കിട്ടത്തില്ല. അങ്ങനെയൊന്നുമല്ല, നമ്മുടെ ആവശ്യങ്ങൾ അത്യാവശ്യമാണ്, നമുക്ക് ഒരു രീതിയിലും നമുക്ക് കാശ് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എവിടെ നിന്നും നമുക്ക് കാശ് മറിഞ്ഞ് വരുന്നില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു എമർജൻസി ഘട്ടത്തിൽ, ആ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത്. നമ്മുടെ ആവശ്യം വളരെയധികം ജെന്യുൻ ആണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും, അതുപോലെ തന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത് എങ്കിലും, നമുക്ക് നല്ല വിശ്വാസത്തോടുകൂടി ആത്മാർത്ഥമായിട്ടാണ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് എങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ആഗ്രഹം സാധിച്ചു കിട്ടും. അങ്ങനെ ആഗ്രഹങ്ങൾ ആത്മാർത്ഥവും അത്യാവശ്യമുള്ളതുമായിട്ടുള്ള ഒരുപാട് പേർക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. കാരണം എനിക്കറിയാവുന്ന തന്നെ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത്. കാരണം നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ സത്യാവസ്ഥ കൂടി അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഷെയർ ചെയ്യാവൂ എന്നുള്ള വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെറുതെയാണ് എന്നുണ്ടെങ്കിൽ, മറ്റുള്ളവർ പറയുന്നു അത് വെറുതെയാണ് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഞാനത് ചെയ്യത്തില്ല. കാരണം അത് ഉറപ്പാണ് എന്ന് തോന്നുവാണെങ്കിൽ മാത്രമേ ചെയ്യൂ. കാരണം ഇത് ഒരുപാട് പേർക്ക് ഇങ്ങനെ ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. അങ്ങനെ ഒരുപാട് പേരുടെ അനുഭവം പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്, ആദ്യം തന്നെ നമ്മൾ പച്ച മഷിയുള്ള പേനയാണ് എടുക്കേണ്ടത്. പച്ച മഷിയുള്ള പേന എടുത്തതിന് ശേഷം നമ്മുടെ വലത് കൈ കൊണ്ട് എഴുതുക. ഇടത് കൈയുടെ ഈ ഭാഗം, അതായത് തള്ളവിരലിൻ്റെ തൊട്ട് താഴത്തെ ഈ ഭാഗം, ഇത്രയും ഭാഗം ഉണ്ടല്ലേ, ഈ ഇത്രയും ഭാഗത്താണ് നമ്മൾ എഴുതേണ്ടുന്നത്. ആദ്യം തന്നെ 520 എഴുതുന്ന സമയത്ത് ഒറ്റ പ്രാവശ്യമായിട്ട് എഴുതുക. വീണ്ടും വീണ്ടും അതിൻ്റെ മുകളിലേക്ക് തെളിച്ചെഴുതാനായിട്ട് ശ്രമിക്കരുത്. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് സംഖ്യകൾ മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ 520 എഴുതുക. 520 ഉണ്ടോ, 520 എഴുതിയിട്ടുണ്ട്. ഞാൻ ഒറ്റ പ്രാവശ്യം എഴുതിയിട്ടുള്ളൂ, അതുകൊണ്ട് കാണാൻ ഇച്ചിരി ഇതായിരിക്കും, എന്നാലും 520 എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 741 എഴുതുക. 741 52 എഴുതി. അതിൻ്റെ തൊട്ട് താഴെ 741 741 എഴുതിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ 777 എഴുതുക. ഉണ്ടോ, 777 എഴുതി. അതായത് ആദ്യം നമ്മൾ 520 എഴുതി, 741 താഴെ എഴുതി, അതിൻ്റെ താഴെ 777 എഴുതിയതിന് ശേഷം ഇത് ഇത്രയും നമുക്ക് ചെറിയൊരു വട്ടത്തിലാക്കി ഇടാം. ഇത് നമ്മൾ ചെറിയൊരു വട്ടത്തിലാക്കി ഇട്ടിട്ടുണ്ട്. ഇത് രാവിലെ നമ്മൾ 6 മണി കഴിഞ്ഞ് 10 മണിക്കകത്ത് വെച്ചുള്ള, രാവിലെ തന്നെ 10 മണിക്കകത്ത് വെച്ചുള്ള സമയത്ത് വേണം ഇത് എഴുതിയിടാനായിട്ട്.
രാവിലെ തന്നെ നമ്മൾ ഇതുപോലെ പച്ച മഷി വെച്ച് എഴുതിയതിന് ശേഷം ഇത് നമ്മളിങ്ങനെ ഇതുപോലെ ഒരു വട്ടത്തിലാക്കി ഇട്ടിരിക്കുക. ഇട്ടിരുന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നോക്കി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു തരണേ, അതിനുശേഷം നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ നമ്മൾ നല്ല വിശ്വാസത്തോടു കൂടി വേണം നമ്മൾ ചെയ്യാനായിട്ട്. പരീക്ഷിക്കാനായിട്ട് ഒരു കാരണവശാലും ചെയ്യരുത്. പരീക്ഷിക്കാനായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നടക്കത്തില്ല. നടക്കാതെ വന്നിട്ട് പിന്നെ അത് നടന്നില്ല എന്ന് പറയുന്നതിലല്ല കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ ജെന്യുവിനായിരിക്കണം, നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്യുകയും വേണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രപഞ്ചം നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. അപ്പോൾ ഇത് 520, 741, 777 ഇത് മൂന്നും ഭയങ്കരമായിട്ടുള്ള ഒരു ഏഞ്ചൽ നമ്പറാണ്, മിറക്കിൾ നമ്പറാണിത്. ഇത് നമ്മൾ കൈയുടെ വെള്ളയിൽ എഴുതിയിടുക. അടുത്തതായിട്ട് നമ്മളൊരു പേപ്പർ എടുക്കുക, ഒരു ചെറിയൊരു പേപ്പർ എടുക്കുക. പേപ്പറിലേക്ക് ഇത് കണ്ടില്ലേ, ആദ്യം തന്നെ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ പേര് എഴുതിയിടുന്നുണ്ട്. യുവർ നെയിം, നമ്മുടെ പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേരെഴുതുക. പേരെഴുതിയതിന് ശേഷം ആ പേര് നമുക്ക് ചെറിയൊരു വട്ടത്തിനകത്താക്കി ഇടുക. അതിനുശേഷം ഈ പേരെഴുതിയേക്കുന്നതിൻ്റെ മുകളിൽ ഈ പേരെഴുതിയിരിക്കുന്നതിൻ്റെ തൊട്ട് മുകളിൽ നമുക്ക് 777 എന്നുള്ള നമ്പർ എഴുതാവുന്നതാണ്. തൊട്ട് താഴെ നമുക്ക് 741 എന്ന നമ്പർ എഴുതാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് 520 എന്ന് എഴുതാം. നമ്മുടെ ഈ പേപ്പറിൽ എഴുതിയിരിക്കുന്നതിൻ്റെ പേപ്പറിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് 520 എന്നുള്ള നമ്പർ എഴുതിയിടാവുന്നതാണ്. എഴുതിയിട്ടതിന് ശേഷം ഇത് നമുക്ക് ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് കവറിനകത്താക്കി ഭദ്രമായിട്ട് വയ്ക്കുക. വെച്ചതിന് ശേഷം നമുക്ക് കൊണ്ടുവന്ന് നമ്മൾ കിടക്കുന്ന കട്ടിലിൽ നമ്മുടെ തലയണയുടെ അടിയിൽ കൊണ്ടുവച്ചിരുന്നതിന് ശേഷം രാത്രിയിൽ നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മുന്നും രാവിലെ നമ്മൾ എഴുന്നേറ്റതിന് ശേഷം ആദ്യവും നമ്മൾ കട്ടിൽ നിന്നൊക്കെ എഴുന്നേറ്റ് പോകുന്നതിന് മുന്നേ, അതായത് രാത്രിയിൽ നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മുന്നേയും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം തന്നെയും നമ്മൾ ഈ പേപ്പർ എടുക്കുക. പേപ്പർ എടുത്തതിന് ശേഷം ഇതിലേക്ക് നോക്കി നമ്മൾ പ്രപഞ്ച ശക്തിയോട് ആത്മാർത്ഥമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ദൈവം ഉണ്ടല്ലോ, ആ ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ ഈ ആഗ്രഹങ്ങൾ സാധിച്ചു തരണേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചതിന് ശേഷം ഇത് നമ്മൾ സാധിച്ചു കിട്ടി, ഈ ആഗ്രഹം നമുക്ക് സാധിച്ചു കിട്ടി, ആ ഒരു സന്തോഷം നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഈ പേപ്പർ തിരിച്ച് അതുപോലെ അവിടെ തന്നെ വെച്ചിരിക്കുക. പിറ്റേന്ന് നമ്മൾ ഇതുപോലെ ചെയ്യുക. ഇത് കയ്യിൽ എഴുതുന്നത് ഒരു 30 ദിവസം നമ്മൾ തുടർച്ചയായിട്ട് എഴുതണം. നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ ഇത് നമ്മൾ എഴുതി ഒരു ദിവസം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ 1.5 ദിവസമോ 1 ദിവസമോ അടുത്ത ദിവസം പകുതിയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടും. എന്നിരുന്നാൽ കൂടി നമ്മളിത് 30 ദിവസവും നമ്മൾ എഴുതിക്കൊണ്ടേയിരിക്കണം. 30 ദിവസവും നമ്മൾ എഴുതി പൂർത്തീകരിച്ച് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് അടുത്ത ആഗ്രഹങ്ങൾ എഴുതാനായിട്ട്. അപ്പോൾ അടുത്ത ആഗ്രഹങ്ങൾ എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസത്തെ ഗ്യാപ്പിന് ശേഷം അടുത്ത ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും എഴുതാവുന്നതാണ്. ഒരു ദിവസം നമ്മൾ എഴുതാതിരുന്നതിന് ശേഷം വേണം എഴുതാനായിട്ട്. ഈ പേപ്പറിൽ എഴുതി വെക്കുന്നത് ഒരു പ്രാവശ്യം എഴുതി വെക്കുന്നത് തലയണയുടെ അടിയിൽ ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് അഴക്കി വേണം വെക്കാനായിട്ട്, ഇല്ലെങ്കിൽ നശിച്ചു പോകും. അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് കവറിലാക്കി വെക്കണമെന്ന് പറയുന്നത്. വെച്ചതിന് ശേഷം നമുക്ക് രാവിലെയും വൈകുന്നേരത്തും കിടക്കുന്നതിന് മുന്നും എണീറ്റാൽ ഉടൻ തന്നെ നമുക്കിതെടുത്ത് നന്നായിട്ട് മനസ്സിനകത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എത്രയും വേഗം, വളരെ വേഗം നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രപഞ്ചം സാധിച്ചു തരും. നമുക്കുള്ള ആഗ്രഹം പ്രത്യേകം വീണ്ടും പറയുന്നത് നമ്മുടെ ആഗ്രഹം ജെന്യുവിൻ ആയിരിക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ദോഷം വരുന്നൊന്നും ആയിരിക്കരുത്. നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ എഴുതിയ ഈ 3 നമ്പറിൻ്റെയും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 520 എന്ന് പറയുന്ന നമ്പർ പണം തേടി വരുന്ന നമ്പറാണ്. 520 എന്ന നമ്പറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ പണം നമ്മളെ തേടി വരും എന്നാണ് പറയുന്നത്. അത്ര നല്ല ശക്തിയുള്ള ഒരു നമ്പറാണിത്. അടുത്ത നമ്പർ 741 എന്ന് പറയുന്നത് അസാധ്യമായ കാര്യത്തെ പോലും സാധ്യമാക്കാൻ കഴിവുള്ള ഒരു മിറാക്കിൾ നമ്പറാണ് 741 എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ 777 എഴുതിയിട്ടുള്ളത്. ഈ 777 അത്ഭുതങ്ങൾ നടത്താൻ കഴിവുള്ള ഒരു മിറാക്കിൾ നമ്പറാണ് ഈ 777. അപ്പോൾ ഇത് 3 കൂടി ചേരുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ ഉറപ്പായിട്ടും ജെന്യുവിനാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടും. നമ്മുടെ പ്രാർത്ഥന അത്രയും മാത്രം ആത്മാർത്ഥതയോടുകൂടി ഉള്ളതായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇത് എഴുതിയതിന് ശേഷം
നമ്മുടെ മനസ്സിലിടയ്ക്കൊക്കെ ഡിവൈൻ മിറക്കിൾ 520 എന്ന് നമ്മളിങ്ങനെ ഉച്ചരിച്ചുകൊണ്ടിരിക്കുക. ഇടയ്ക്കൊക്കെ നമുക്ക് സമയം കിട്ടും, നമ്മൾ ഓർക്കുന്ന സമയത്ത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണമെന്നല്ല പറയുന്നത്. നമ്മൾ ഓർക്കുന്ന സമയത്തൊക്കെ ഡിവൈൻ മിറക്കിൾ 520, ഡിവൈൻ മിറക്കിൾ 520 എന്നിങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം എത്രയും വേഗം കാര്യം സാധിക്കുന്നതിന് ഇങ്ങനെ പറയുന്നത് വളരെയധികം ഉപകാരം ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.